എത്രയോ പ്രാവശ്യം ഞാൻ നിന്നിൽ നിന്നകന്നു പോയി, അറിഞ്ഞും അല്ലാതെയും തിന്മകൾ ചെയ്തു പോയി. എങ്കിലും സ്നേഹമതാ ഞാനിന്നും ജീവിക്കുന്നു. എങ്കിലും സ്നേഹമതാ ഞാനിന്നും ജീവിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 18-ാം വാക്യം. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. കർത്താവിൻ്റെ ക്രൂശുമരണത്തിങ്കൽ പടയാളികൾ അവൻ്റെ മേലങ്കി 4 ഭാഗങ്ങളായി വിഭാഗിച്ച് ഓരോ പടയാളിയും ഓരോ ഭാഗം എടുക്കുന്നു. എന്നാൽ അവൻ്റെ കുപ്പായം തുന്നലില്ലാതെ ഒരു കഷ്ണം മുഴുവനായി നെയ്തതിനാൽ വിഭജിക്കാനായില്ല. മറിച്ച് മുഴുവനായും നറുക്കെടുക്കുവാൻ അവർ സമ്മതിക്കുന്നു. ഈ തിരുവെഴുത്തിനെക്കുറിച്ച് റോമൻ പടയാളികൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അവർ അത് അക്ഷരം പ്രതി നിറവേറ്റി. ഇത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ മുൻകൂട്ടി കണ്ട് ദാവീദിനെ കൊണ്ട് എഴുതിച്ചതാണ്. നമ്മെ ശുദ്ധീകരിക്കുവാൻ രക്തം തന്നവൻ നമ്മെ ഉടുപ്പിക്കുവാൻ വസ്ത്രങ്ങളും നൽകുന്നു. പ്രിയ സ്നേഹിതരെ, അവങ്കിലേക്ക് ഓടിച്ചെല്ലുന്നവരെ നീതിയുടെയും രക്ഷയുടെയും വസ്ത്രം നൽകി വെള്ള ധരിച്ച് അവനോടുകൂടെ നടക്കുവാൻ നമ്മെ പ്രാപ്തനാക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകം നൽകുന്ന വസ്ത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടാലും നീ നൽകുന്ന നീതിയുടെയും രക്ഷയുടെയും വസ്ത്രം ധരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.